4 റാബിമാർ ജെറുസലേം സന്ദർശിക്കുന്ന ഒരു കഥ മിദ്രാഷിൽ പറയുന്നുണ്ട്. റാബി ഗിമലേൽ, റാബി ഏലിയാസ് ബെൻ നസറിയ, റാബി ജോഷ്വ, റാബി അക്കീവ എന്നിവരായിരുന്നു അവർ. അതിൽ ആദ്യത്തെ 3 റാബിമാർ തകർന്നു കിടക്കുന്ന ദേവാലയം നോക്കി വിലപിച്ചപ്പോൾ റാബി അക്കീവ പൊട്ടിച്ചിരിച്ചു. എന്തിനാണ് ചിരിക്കുന്നതെന്ന് മറ്റുള്ളവർ ചോദിച്ചതിന് റാബി മറുപടി പറഞ്ഞു. ഭാവിയിൽ ഈ ദേവാലയം എത്ര മനോഹരമായി പുനഃസൃഷ്ടിക്കപ്പെടും എന്ന വാഗ്ദാനമൊക്കെ തന്നിൽ ചിരിയുണർത്തുന്നത്. അന്ന് ആ ദേവാലയം തകർന്നു കിടന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഡോം ഓഫ് ദ റോക്ക് കാണുന്നത്. സോളമന്റെ ദേവാലയം ചരിത്രത്തിൽ പല ആവർത്തി തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ തകർക്കപ്പെട്ട ദേവാലയവും വിശുദ്ധ കുരിശിന്റെ മരവുമായി അഭേദ്യമായൊരു ബന്ധം ലെജൻഡ്സിൽ പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന മൗണ്ട് ഓഫ് ഒലിവിലെ ഈ പോയിന്റിനെ കുറിച്ച് കൗതുകമുണർത്തുന്ന ചില വിശേഷങ്ങളൊന്ന് പറയാം. ഇസ്രായേലിലെ ഏറ്റവും മനോഹരമായ ലുക്കൌട്ട് പോയിന്റുകളിൽ ഒന്നാണിത്. ഡോം ഓഫ് ദ റോക്ക്, അൽ അക്സ, കാൽവരി, വിലാപമതിൽ, ഗോൾഡൻ ഗേറ്റ് ഇതെല്ലാം ഒരു ഒറ്റ ഫ്രെയിമിൽ വരുന്ന ഈ പോയിന്റിനെ വൺ ഓഫ് ദി മോസ്റ്റ് റെക്കഗ്നൈസബിൾ പ്ലേസ് ഓൺ എർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഐഫൽ ടവർ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇവയൊക്കെ പോലെ തന്നെ ലോകത്തിൽ ഏറ്റവും അധികം പ്രാവശ്യം ക്യാമറകളിൽ പതിഞ്ഞ ഒരു ലുക്കൌട്ട് കൂടിയാണിത്. ഇസ്രായേലിലെ മുൻ മന്ത്രിയും സാമൂഹിക പ്രവർത്തകനുമായ റഹവാം സിബിയുടെ പേരിലാണ് ഈ പോയിന്റ് അറിയപ്പെടുന്നത്. ഒരു ഇന്ത്യൻ കണക്ഷൻ ഈ പോയിന്റിനുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഇവിടുത്തെ ലോക്കൽസ് ഈ പോയിന്റിനെ വിളിക്കുന്നത്. അതിന്റെ കാരണം റഹവാം സിബിയുടെ അപരനാമം ഗാന്ധി എന്നായിരുന്നു. ഒരിക്കൽ മഹാത്മാഗാന്ധിയെ പോലെ തന്നെ തലമുണ്ടനം ചെയ്ത് വസ്ത്രധാരണവും ചെയ്ത് സുഹൃത്തുക്കളുടെ മുന്നിലെത്തിയ അദ്ദേഹത്തെ അവർ കളിയാക്കി വിളിച്ച ഗാന്ധി എന്ന പേര് പിന്നീട് അദ്ദേഹത്തിന്റെ വിളിപ്പേരായി മാറുകയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ വധത്തിന് സമാനമായി പലസ്തീനിയൻ റവല്യൂഷൻ ആർമി പ്രവർത്തകരുടെ വെടിയേറ്റ് അദ്ദേഹവും കൊല്ലപ്പെട്ടു. നമുക്കിനി വിശുദ്ധ മരത്തിന്റെ കഥയിലേക്ക് കടക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സോളമന്റെ ദേവാലയം ചരിത്രത്തിൽ പല ആവർത്തി തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭൂമുഖത്തെ ഏറ്റവും മനോഹരമായ മനുഷ്യനിർമ്മിതി എന്ന് വിശേഷിപ്പിച്ചിരുന്ന സോളമന്റെ ദേവാലയം ക്രിസ്തുവിന് മുന്നേ 586 ബാബിലോണിയൻ ചക്രവർത്തി നെബുക്കദ്നേസർ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തെക്കുറിച്ച് ഒരു ലോക്കൽ ലെജൻഡ് പറയുന്നത്, ചക്രവർത്തിയുടെ പടയാളികൾ ദേവാലയത്തിലെ സ്വർണ്ണപ്പാളികൾ അടർത്തി മടുത്തു. അവസാനം അവർ ഒരു എളുപ്പവഴി എന്നോണം ദേവാലയത്തിന് തീയിട്ടു. സ്വർണം ഉരുകിയൊലിച്ചു. എന്നാൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. പാറകൾക്കും കൽക്കെട്ടുകൾക്കും ഇടയിലേക്കും കൂടി സ്വർണം ഉരുകിയിറങ്ങി. ഇങ്ങനെ ഒലിച്ചിറങ്ങിയ സ്വർണം ലഭിക്കുവാനായി കൂറ്റൻ പാറകളും കൽക്കെട്ടുകളും തച്ചുടയ്ക്കപ്പെട്ടു. അങ്ങനെ ദേവാലയം പൂർണ്ണമായി തകർന്നു. ഇവിടെ കല്ലുകളും മരക്കഷ്ണങ്ങളും മാത്രം അവശേഷിച്ചു. ഈ പരിസരത്തുള്ള കല്ലുകളുടെ സുഷിരങ്ങളിൽ നമുക്കിന്നും സ്വർണ്ണത്തരികൾ കാണാം. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് സ്വർണത്തിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന വിശുദ്ധമരവും സ്വർണം അടർത്തിയെടുത്തതിനു ശേഷം ഇതേ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ടു. അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് അറിയാത്തവർക്കായി ഒരു ചെറിയ അനുബന്ധം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഹീബ്രു പാരമ്പര്യം അനുസരിച്ച് ആദ്യമായി ജലത്തിൽ നിന്നും ഉയർന്നു വന്ന കരഭാഗം ഇതാണ്. സേവ് വിൽനായുടെ ദി ലെജൻഡ്സ് ഓഫ് ജെറുസലേം എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് ഈ വിവരണം കാണാം. അബ്രഹാം തൻ്റെ പുത്രൻ ഇസഹാക്കിനെ ബലിക്കായി കൊണ്ടുവന്നതും ഇതേ സ്ഥലത്താണ്. ഹീബ്രുവിൽ കദോഷ് കദോഷിം, ഇംഗ്ലീഷിൽ ഹോളി ഓഫ് ഹോളീസ്, ലാറ്റിൻ ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ സാങ്ക്ടം സാങ്ക്ടോറിയം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഈ സ്ഥലത്താണ് വാഗ്ദത്ത പേടകം പ്രതിഷ്ഠിച്ചിരുന്നത്.
വിശുദ്ധ മരത്തിൻ്റെ വേരുകൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരും.